കേരളം പിടിക്കാൻ കരുനീക്കങ്ങളുമായി ബി.ജെ.പിക്ക് പുറമെ ആം ആദ്മി പാർട്ടിയും. കേരളം പിടിക്കാൻ ബി.ജെ.പി ശക്തമായ നീക്കങ്ങൾ തുടരുന്നതിനിടെ തന്ത്രപരമായ കരുനീക്കങ്ങളുമായി ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുന്നു. പഞ്ചാബിന് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള കേരളത്തിൽ വിജയസാധ്യത മുന്നിൽ കണ്ട് കേരളത്തിൽ ആം ആദ്മി പാർട്ടി കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ്. കൊല്ലം സ്വദേശിയായ വിനോദ് കൊല്ലം ജില്ലാ കോടതിയിൽ അഭിഭാഷകനാണ്. തൃശൂർ ലോ കോളേജിൽ KSUവിലൂടെയായിരുന്നു വിനോദിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. MS വേണുഗോപാലാണ് പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായകമായ നീക്കങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നേതൃനിരയെ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന സാക്ഷരതയും നീതിബോധവും കേരളത്തിൽ തങ്ങൾക്ക് അനുകൂല ഘടകങ്ങളാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിൽ നേടിയ ആത്മവിശ്വാസം പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. പഞ്ചാബിലേതിന് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലേതെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തും മുൻപ് അകാലിദളും കോൺഗ്രസുമാണ് 40 കൊല്ലം മാറി മാറി ഭരിച്ചത്. എന്നാൽ വികസന കാര്യത്തിൽ മുരടിപ്പാണ് അവരുടെ ഭരണം സൃഷ്ടിച്ചതെന്ന് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ രംഗത്തെത്തുന്നത്. തുടർച്ചയായ കോൺഗ്രസ് അകാലിദൾ ഭരണത്തിൽ നിരാശരായിരുന്ന പഞ്ചാബിലെ ജനങ്ങൾ 2 കൈയും നീട്ടി ആം ആദ്മി പാർട്ടിയെ സ്വീകരിക്കുകയായിരുന്നു. കേരളത്തിലും പഞ്ചാബിന് സമാനമായ കാലാവസ്ഥയാണ് പാർട്ടി കാണുന്നത്. കേരളത്തിൽ UDFും LDFും 50 കൊല്ലം മാറി മാറി ഭരിച്ചെങ്കിലും പുരോഗതിയുടെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ നിരാശരാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. മൂന്നാമത് ഒരു ബദൽ ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇവരെ മാറി മാറി പരീക്ഷിക്കുന്നതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മൂന്നാമതൊരു ബദലായി ജനങ്ങൾക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടിയെ അവതരിപ്പിക്കാനായാൽ പഞ്ചാബിലെ വിജയം കേരളത്തിലും നേടാനാകുമെന്നാണ് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ കൂട്ടുപിടിച്ച് കടന്നു കയറാൻ ശ്രമിക്കുന്ന ബി.ജെ.പിക്ക് ഒരുപടി മുൻപേ തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് യുവത്വത്തിന് പ്രാധാന്യം നൽകി പുതിയ നേതൃത്വത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതിരുന്ന പാർട്ടി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സജീവമായി രംഗത്ത് വരുമെന്നാണ് സൂചന. അതേസമയം മുൻ സംസ്ഥാന കൺവീനറായിരുന്ന PC സിറിയക്കിനെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയാക്കി പാർട്ടി ഉയർത്തിയിട്ടുമുണ്ട്. ശ്രീധരൻ ഉണ്ണി, ദിലീപ് മൊടപ്പിലശ്ശേരി എന്നിവരാണ് പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ. റാണി ആൻഡ്രോ, ഡോക്ടർ സെലിൻ ഫിലിപ്പ് എന്നിവർ സംസ്ഥാന സെക്രട്ടറിമാരായും സാദിഖ് ലുക്മാനെ ട്രഷററായും നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ സബീന എബ്രഹാമാണ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ്. ജിതിൻ സദാനന്ദൻ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റായും സുജിത്ത് സുകുമാരൻ വിവരാവകാശ വിഭാഗം സംസ്ഥാന പ്രസിഡന്റായും രാജീവ് നായർ കർഷക വിഭാഗം സംസ്ഥാന പ്രസിഡന്റായും നിയമിതരായിട്ടുണ്ട്. ഇതുകൂടാതെ ലീഗൽ വിങ്ങിലേക്ക് അഡ്വക്കേറ്റ് ബിനോയ് പള്ളത്തിലിനെയും അഡ്വക്കേറ്റ് മെൽവിൻ വിനോദിനെയും നിയമിച്ചിട്ടുണ്ട്.